വെൽക്കം ടു കേരള ഇൻ മുംബൈ. ഇന്ന് കേരള ഇൻ മുംബൈയിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ട്രേഡ് യൂണിയൻ രംഗത്ത് തൊഴിൽ നിയമങ്ങളിൽ ഗ്രന്ഥകാരനായി, സാമൂഹ്യ പ്രവർത്തകനായി എന്നിങ്ങനെയെല്ലാം അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ മലയാളിക്ക് വേണ്ടി നേടിക്കൊടുത്ത ശ്രീ PR കൃഷ്ണേട്ടനാണ്. പഴയ തലമുറയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന ഈ പങ്ക്തിയിലേക്ക് അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൃഷ്ണേട്ട, ആദ്യമായിട്ട് അറിയേണ്ടത് താങ്കളുടെ ബാല്യകാലത്തെക്കുറിച്ചാണ്. ബോംബെയിൽ എത്തുന്നത് വരെയുള്ള കാര്യം അത് അറിയണം. എന്ന് വെച്ചാൽ കൊച്ചുകുട്ടികൾ ഇതൊക്കെ അറിയേണ്ടതാണ്. അവിടുന്ന് എങ്ങനെ ഈ നിലയിലെത്തിയത് താങ്കൾ? എത്രയോ വർഷങ്ങളുടെയുള്ള പ്രയത്നവും സപര്യവുമാണ് താങ്കൾ ഇന്നിവിടെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബാല്യത്തെപ്പറ്റി പ്രത്യേകിച്ച് പറയണം. എൻ്റെ ബാല്യം വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമുള്ള ഒരു കാലമായിരുന്നു. എൻ്റെ വീടും ഞാനും എല്ലാം വളരെ ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് പോയത്. ഞാൻ 4th ക്ലാസ് വരെ പഠിക്കാൻ എനിക്ക് പറ്റിയുള്ളൂ. പിന്നെ 12ാമത്തെ വയസ്സിൽ കപ്ലിങ്ങാട്ട് മന എന്ന് പറയുന്ന ഒരു മനയിൽ എനിക്ക് കന്നുകാലികളെ നോക്കുന്ന ജോലി ചെയ്യേണ്ടി വന്നു. ആ ജോലി ഞാൻ 3 മാസം അവിടെ ചെയ്തു. യഥാർത്ഥത്തിൽ ആ കാലത്ത് മന, ഞാൻ ഈഴവ സമുദായത്തിൽ ജനിച്ച ആളാണ്. അവിടെ എനിക്ക് കഞ്ഞി തന്നിരുന്നത് നിലത്ത് കുഴി കുഴിക്കും, അതിൽ ഇല വെട്ടി വയ്ക്കും. ഈ ഇലയിലാണ് എനിക്ക് മനയിൽ ജോലി ചെയ്തിരുന്ന ഒരു നായർ സ്ത്രീ, മാധവിയമ്മ എന്നാണ് അവർ പേര്. അവർ ഈ നിലത്ത് കുഴിയിൽ ഇല വെച്ചിട്ടുള്ള അതിലാണ് എനിക്ക് കഞ്ഞി തന്നിരുന്നത്. ആ കഞ്ഞിയാണ് ഞാൻ കുടിച്ചിരുന്നത്. ആ സ്ത്രീയുടെ കാര്യമാണെങ്കിൽ അവർ മനയിൽ ജോലിക്ക് വരുന്നതിനും വീട്ടിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വാതിലിൽ അവരുടെ ബ്ലൗസ് അഴിച്ച് വെക്കണം. അർദ്ധനഗ്നയായിട്ടാണ് അവർക്ക് ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റില്ല. അവിടെ കന്നുകാലികൾ മേയ്ക്കുന്ന ജോലിയായിരുന്നു 1-2 മാസം ഞാൻ ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ നാട് വിട്ടു കോയമ്പത്തൂർക്ക് പോയി. കോയമ്പത്തൂർ ഒരു ഹോട്ടലിലായിരുന്നു ജോലി ചെയ്തത്. അപ്പോൾ ഹോട്ടലിലത്തെ ജോലിയൊന്നും അറിയില്ല. അവിടെ ഗ്ലാസും പ്ലേറ്റെല്ലാം എടുത്ത് കഴുകി, ടേബിൾ വൃത്തിയാക്കുക, പ്ലേറ്റ് കഴുകുക, അങ്ങനത്തെ ഒരു ജോലിയായിരുന്നു കോയമ്പത്തൂർ ഞാൻ ചെയ്തത്. പിന്നീട് ഒരു 10 മാസം അവിടെ അങ്ങനെ ജോലി ചെയ്ത് 5 ഉറുപ്പികയായിരുന്നു അന്ന് ശമ്പളം. അത് കുറച്ച് 10 മാസം അവിടെ ജോലി ചെയ്തു. വീണ്ടും നാട്ടിലേക്ക് പോയി. പിന്നീട് ഞാൻ മദ്രാസിലേക്ക് പോയി. അവിടെ ജോലിയൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ ബോംബെക്ക് വന്നു. 1950 ജനുവരി ഒരു വലിയ തണുപ്പുള്ള ദിവസമാണ് ബോംബെയിൽ എത്തുന്നത്. ബോംബെ നഗരത്തിലത്തെ ബിൽഡിങ്ങുകളും മറ്റുമൊക്കെ കണ്ടപ്പോഴെനിക്ക് വലിയ സന്തോഷമായി. ജോലി പെട്ടെന്ന് കിട്ടുന്നു. പക്ഷേ ജോലി ഇവിടെയും കിട്ടിയില്ല. ഇവിടെയും ഹോട്ടലിൽ ജോലി ചെയ്യേണ്ടി വന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ മില്ലിൽ, മധുസൂദൻ ടെക്സ്റ്റൈൽ മില്ലിൽ ജോലി കിട്ടി. സ്പിന്നിങ് മില്ലിൽ അസിസ്റ്റൻ്റായിട്ട്. അത് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ചാക്ക് കൊട്ടയിൽ സാധനങ്ങൾ തൂക്കിക്കൊണ്ടു പോകണം, വലിച്ചു കൊണ്ടുപോകണം, അങ്ങനെയായിരുന്നു. പിന്നെ അത് വിട്ടിട്ട് പിന്നെ ഞാൻ ശ്രീറാം മില്ലിൽ ക്യാൻറ്റീനിൽ ജോലി ചെയ്തു. അതിനുശേഷം അതും വിട്ട് പിന്നെ മെയിൻ ബേക്കർ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി ചെയ്തു. അവിടുന്ന് പിന്നെ ക്രോംപ്ടൺ പാർക്കിൻസൺ ഒരു ബ്രിട്ടീഷ് കമ്പനിയിൽ വർലിയിൽ ജോലി ചെയ്തു.
അന്ന് വീടിച്ചാലായിരുന്നു താമസിക്കുന്നത്. സാധാരണക്കാരൊക്കെ കൂട്ടമായിട്ട് ബാച്ചിലേഴ്സ് താമസിക്കുന്നത് ആ സ്ഥലത്തായിരുന്നു. അവിടെ വെച്ച് പിന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോംബെ കേരളീയ സാക്ഷരതാ പ്രചാര സഭ എന്ന ഒരു സ്ഥാപനം നൈറ്റ് സ്കൂള് നടത്തിയിരുന്നു. അങ്ങനെ ആ നൈറ്റ് സ്കൂളിൽ ഞാൻ ചേർന്നു. അവിടുന്ന് കുറച്ചെല്ലാം ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റി. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്രോംപ്ടൺ പാർക്കിൻസണിലത്തെ മാനേജ്മെൻറ്റ് ആയിട്ടുള്ള സംഭാഷണം വേജ് റൈസും മറ്റും വേണ്ടി വന്നു. അങ്ങനെ ഞാൻ തൊഴിലാളികൾക്കുള്ളിൽ അവിടെ കുറേ ആക്റ്റീവായി. അത് മാനേജ്മെൻറ്റിന് പിടിച്ചില്ല. അങ്ങനെ എന്നെ അവിടുന്ന് പിരിച്ചു വിട്ടു. ഇംഗ്ലീഷിൽ അതിന് പറയാം വിക്ടിമൈസേഷൻ ആണ്. അങ്ങനെ അവിടുന്ന് പിരിച്ചു വിട്ടതിന് ശേഷം പിന്നെ ഞാൻ റഷീം മസ്ദൂർ യൂണിയൻ എന്ന് പറയുന്ന സിൽക്ക് വർക്കേഴ്സ്, റഷീം മീൻസ് സിൽക്ക് വർക്കേഴ്സ് യൂണിയനിൽ സഖാവ് PK കുറുണെ, SS മിരജ്കർ, പണ്ടത്തെ മേയറായിരുന്നു ബോംബെയിലത്തെ, ആ നേതാക്കന്മാരുടെ യൂണിയനായിരുന്നു. ആ യൂണിയനിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അവിടെ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ടൈപ്പിംഗ് പഠിച്ചു. അങ്ങനെ ആ യൂണിയനിൽ കൂടിയിട്ടാണ് പിന്നീട് ഞാൻ അന്ന് അൺഡിവൈഡഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. പാർട്ടി മെമ്പറായി 1953 ഞാൻ കാർഡ് ഹോൾഡർ എന്നാണ് അന്ന് ഞങ്ങളെ അറിയുക. I became a card holder of the CPI in 1953. ആ കാലത്ത് ധാരാളം സ്റ്റഡി ക്ലാസ്സുകളൊക്കെ ഉള്ളിൽ പങ്കെടുക്കാറുണ്ട്. K. ദാമോദരൻ, C. ഉണ്ണിരാജ, N. E. ബലറാമൻ, M. N. ഗോവിന്ദൻ നായർ, C. അച്യുതമേനോൻ, അങ്ങനെയുള്ള നേതാക്കന്മാർ ബോംബെയിൽ വന്ന് പാർട്ടി സംഘടിപ്പിക്കുന്ന കാര്യങ്ങൾ, അപ്പോൾ അവരുടെ എല്ലാം ക്ലാസ്സുകളിൽ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ I became a politically conscious man and മലയാളികൾക്ക് ഇടയിൽ മാത്രമല്ല പൊതുവെ എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കാൻ സാധിച്ചു. അങ്ങനെയാണ് ഞാൻ പിന്നെ പല ഘട്ടങ്ങളിലായിട്ട് ട്രേഡ് യൂണിയൻ രംഗത്ത് വിഠൽ ചൗധരി, SS മിരജ്കർ, SA ഡാംഗെ അവരൊക്കെ നടത്തിക്കൊണ്ടിരുന്ന യൂണിയനിൽ ഹോൾ ടൈമറായിട്ട് ജോയിൻ ചെയ്യുന്നു. പരേലിൽ ദൽവി ബിൽഡിംഗ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്നു അന്ന് പരേൽ. അവിടെ ചേർന്നു. അങ്ങനെ അവിടെ ഹോൾ ടൈമറായി. അങ്ങനെ വിഠൽ ചൗധരിക്കായിട്ട് മാനേജ്മെൻറ്റിനെ ആയിട്ട് നെഗോഷിയേഷൻസ് നടത്താൻ പോകും. തൊഴിലാളികളുടെ വേജ് റൈസ് പ്രശ്നങ്ങൾ പരിഹരിക്കുക. അങ്ങനെ ആ രംഗങ്ങളായിട്ട് എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു. പിന്നീട് ഉള്ള കാലഘട്ടം 1964 CPIയിൽ പിളർപ്പുണ്ടായി. സോ I stood with CPIM. CPIMൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ ആ കാലത്ത് അറസ്റ്റ് വരിക്കേണ്ടി വന്നു. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായ കാലഘട്ടമായിരുന്നു. 1500 പരം ആളുകളെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന്മാരെയും നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് വാറണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒളിവിൽ പോയി. മഹാരാഷ്ട്രയിൽ SY കൊള്ളടുക്കർ, DS വൈദ്യ, PR കൃഷ്ണൻ, അങ്ങനെ 3 പേരായിരുന്നു അന്ന് ഒളിവിൽ പോയി. ഞങ്ങൾ ഒളിവിൽ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഒരു കൊല്ലം അങ്ങനെ ഒളിവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് പാർട്ടിയുടെ കാര്യത്തിന് വേണ്ടി എനിക്ക് ദാദർ റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ടി വന്നിരുന്നു. അവിടെ വെച്ച് എന്നെ അറസ്റ്റ് ചെയ്തു.
Then I was taken to headquarters, CID headquarters. അവിടെ 5-8 മണിക്കൂർ അവരെന്നെ വിസ്തരിച്ചു. അവർക്ക് വേണ്ടിയിരുന്നത് അന്ന് ഒളിവിൽ വേറെ ആളുകളുണ്ടായിരുന്നു. ഞങ്ങളുടെ നേതാക്കന്മാർ DS വൈദ്യ, SY കൊള്ളടുക്കർ എന്നൊക്കെ പറയുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള സംഗതികൾ അറിയണമായിരുന്നു. ഒളിവിൽ താമസിക്കുമ്പോൾ പാർട്ടി തന്നെ ഇടച്ചിട്ട നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ അറിയാൻ പാടില്ല. കാരണം ഇങ്ങനെ പിടിച്ചു പോയാൽ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എനിക്ക് അതറിയില്ല. ഇനി അറിയുമായിരുന്നുവെങ്കിലും ആരും അങ്ങനെ പറയില്ല. അങ്ങനെ എന്നെ ഒരു 8-10 മണിക്കൂറോളം അവർ ചോദ്യം ചെയ്തു. അവർക്ക് വേണ്ടതൊന്നും എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ല. പിന്നെ യറവട സെൻട്രൽ പ്രിസണിൽ കൊണ്ടുപോയി. അപ്പോൾ പൂനെയിൽ ആണ് സെൻട്രൽ യറവട എന്ന് പറയുന്ന സെൻട്രൽ പ്രിസൺ. ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ജയിലുകളിൽ ഒന്നാണ്. അവിടെ ആണ് എന്നെ ജയിലിൽ അടച്ചത്. അവിടുന്ന് ഞാൻ ബോംബെ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ ഫയൽ ചെയ്തു. ആ കേസ് ഞാൻ തന്നെ സ്വയം വാദിച്ചു. എൻ്റെ വാദം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, എൻ്റെ അറസ്റ്റും ഡിറ്റൻഷനും തടവും ഇന്ത്യൻ ഭരണഘടനയുടെ പല വകുപ്പുകൾക്കും എതിരാണ്. അതായിരുന്നു എൻ്റെ വാദം. ആ വാദം കോർട്ട് ശരിവെച്ചു. അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന SP കോട്ടുവാൽ, ജസ്റ്റിസ് SP കോട്ടുവാൽ, പിന്നെ അങ്ങനെ 2 പേര് അടങ്ങുന്ന ബെഞ്ചായിരുന്നു എൻ്റെ കേസ് കേട്ടത്. ഞാൻ സാധാരണ ഡ്രസ്സ് ഇട്ടിട്ടാണ്, ജയിൽ പുള്ളിയായിരുന്നല്ലോ. അപ്പോൾ ജയിലിൽ നിന്ന് തരുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഞാൻ വാദം നടത്തിയത്. ആ വാദം ഒരു 1.5 മണിക്കൂറോളം തുടർന്നു. വാദം കേട്ടതിന് ശേഷം അപ്പം തന്നെ ജഡ്ജ്മെൻറ്റ് ഡെലിവറി ചെയ്തു ജസ്റ്റിസ് കോട്ടുവാൽ. അദ്ദേഹം ഓർഡർ പറയുന്നത്, എൻ്റെ അറസ്റ്റ് ഈസ് അൾട്രാ വയേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഡിറ്റൻഷനാണ്. അതുകൊണ്ട് ഹി ഹാസ് ടു ബി റിലീസ്ഡ് വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ്. അങ്ങനെ ഞാൻ പുറത്തു പോകും. അത് ഇന്ന് ഞാൻ ആലോചിക്കുകയാണ്. ആ വാദം നടക്കുമ്പോഴും അതിനുശേഷവും, പ്രത്യേകിച്ച് വാദം നടക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ വാദിക്കുന്നല്ലോ എന്ന് ധാരാളം അഡ്വക്കേറ്റ്സ്, ബോംബെയിലത്തെ അഡ്വക്കേറ്റ്സ് ധാരാളം, അതിൽ സ്ത്രീകളായിട്ടുള്ള അഡ്വക്കേറ്റ്സൊക്കെ, അവരെല്ലാം ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. എന്നെ ഞാൻ വാദിച്ച് എന്നെ റിലീസായതിനു ശേഷം പോകുമ്പോൾ അവരെന്നെ വളഞ്ഞു സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു, അഭിനന്ദിച്ചു. അങ്ങനെയാണ് ഞാൻ പിന്നീട് പുറത്തിറങ്ങി വന്നു. അതിനുശേഷം പിന്നെ എൻ്റെ പ്രവർത്തനം വർലി ജനശക്തി, ഞങ്ങളുടെ CPIMൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെയായിരുന്നു. അവിടെ ആയിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. അങ്ങനെ പിന്നെ എൻ്റെ പ്രവർത്തനങ്ങൾ വിപുലമായിട്ട് എനിക്ക് നടത്താൻ പറ്റി. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിലുള്ള പല സംഘടനകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് CITU, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലത്തെ പിളർപ്പ് ട്രേഡ് യൂണിയൻ രംഗത്തേക്കും വ്യാപിച്ചു. അങ്ങനെയാണ് പിന്നെ പണ്ട് ഞാൻ AITUCയിലായിരുന്നു. AITUCയുടെ ആക്റ്റീവ് പ്രവർത്തകനായിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്ന പിളർപ്പ് ട്രേഡ് യൂണിയൻ രംഗത്ത് ബാധിച്ചതിൻ്റെ പേരിൽ AITUCയിലും പിളർപ്പുണ്ടായി. പിന്നീടാണ് CITU രൂപം കൊള്ളുന്നത്. അപ്പോൾ മഹാരാഷ്ട്രയിൽ CITUവിൻ്റെ രൂപം, CITUവിൻ്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും CITU സംഘടിപ്പിച്ചതിൻ്റെ സംഘാടക പ്രവർത്തകരിലെല്ലാം ഞാൻ വളരെ ആക്റ്റീവായിരുന്നു. പിന്നീട് ഞാൻ ഞങ്ങളുടെ CPIMൻ്റെ സംഘടിപ്പിക്കാനും ഞാൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ CITU, CPIM, പിന്നെ അതിനോടനുബന്ധമായിട്ടുള്ള
പല സംഘടനകളെല്ലാം പടുത്തുയർത്തുന്നതിൽ ചെറിയ പങ്ക് എനിക്ക് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ പിന്നെ CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി തുടക്കം മുതൽ 20 കൊല്ലം ഞാൻ CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. പിന്നീട് 2 കൊല്ലം വൈസ് പ്രസിഡൻ്റായി. ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരു സ്ഥാനവും എനിക്ക് വേണ്ട, കാരണം പ്രവർത്തിക്കാൻ പറ്റില്ല. അങ്ങനെ ആയപ്പോൾ പിന്നെ പാർട്ടിയും CITUവിൻ്റെ നേതാക്കളും എന്നെ അഡ്വൈസർ എന്നുള്ള നിലയ്ക്ക് CITUവിൽ നിലനിർത്തുക. ഇതാണ് എൻ്റെ ട്രേഡ് യൂണിയൻ രംഗത്തെ സംഘടനാ രംഗമായിട്ടുള്ള പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ലീഗൽ പ്രശ്നങ്ങൾ ഞാൻ സ്വയമായിട്ട് വായിച്ച് പഠിച്ച് തൊഴിലാളികളുടെ സംഗതികൾ മനസ്സിലാക്കി. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സംബന്ധിക്കുന്ന കോർട്ട് ജഡ്ജിമെൻറ്റുകൾ ധാരാളം വായിച്ചു. അങ്ങനെ പിന്നെ ഞാൻ തൊഴിലാളികളുടെ വേജ് ഫിക്സേഷൻ, അത് വലിയ ശമ്പള വർധനമുള്ള കേസുകളാണ്. അങ്ങനെ അത് ഇൻഡസ്ട്രിയൽ കോർട്ട്, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ, പിന്നെ നാഷണൽ ട്രൈബ്യൂണൽസിലെല്ലാം ഞാൻ ധാരാളം കേസുകൾ വാദിച്ചിട്ടുണ്ട്. ഞാൻ ടോട്ടലി മഹാരാഷ്ട്രയിൽ ഇൻഡസ്ട്രിയൽ കോർട്ടിൽ 1200-ൽ കേസുകൾ വാദിച്ചിട്ടുണ്ട്. അതിൽ പല കേസുകളും നല്ലവണ്ണം തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള ജഡ്ജ്മെൻറ്റുകൾ സമ്പാദിക്കാൻ പറ്റി. ഇത്തരം മുഴുവൻ ജഡ്ജ്മെൻറ്റുകളും മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ ഗസറ്റ് ഉണ്ട്, ആ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പറയുമ്പോൾ പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു സംഗതി 2-3 കാര്യങ്ങൾ ആണ് ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അന്ന് സ്ത്രീ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാരേജ് കഴിഞ്ഞാൽ അവർ പുറത്താക്കപ്പെടും. അതുകൊണ്ട് അത് അന്നത്തെ ആ 1970 വരെ ഇന്ത്യയിലത്തെ പല ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലും സ്ത്രീകൾ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിലനിന്ന ഒരു വ്യവസ്ഥയായിരുന്നു. അങ്ങനെ ഉള്ള കണ്ടീഷൻ നിലനിൽക്കുന്ന ഒരു കമ്പനി ഭാരത് കണ്ടെയ്നേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിലത്തെ കേസ്, സ്ത്രീ തൊഴിലാളികൾ വിവാഹം കഴിഞ്ഞതിന് ശേഷവും ജോലിയിൽ തുടരണം എന്നുള്ള കേസ് ഞാൻ വാദിച്ചു. ആ കേസ് ഇൻഡസ്ട്രിയൽ കോർട്ട് എൻ്റെ വാദം ശരിവെച്ചു. രത്നമാല പവർ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ തിരിച്ചെടുക്കണം, വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ അവരെ പിരിച്ചു വിട്ടു. ആ കേസ് ആണ് ഞാൻ നടത്തിയത്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ത്രീ തൊഴിലാളികളെ വിവാഹത്തിൻ്റെ പേരിൽ പിരിച്ചുവിടാൻ പിന്നെ പാടില്ല, അങ്ങനെ ഒരു നിയമം സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് എല്ലാം അത്തരം ജഡ്ജ്മെൻറ്റുകൾ അപ്ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇത് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നത് അന്നത്തെ നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ്. അങ്ങനെ പിന്നെ പ്രത്യേകം എനിക്ക് ഓർമ്മ വരുന്നത് ക്രിസ്ത്യൻ ബറിയൽ ഗ്രൗണ്ട്, സിവരിയിൽ ക്രിസ്ത്യൻ ബറിയൽ ഗ്രൗണ്ട് ഉണ്ട്. ഏഷ്യയിൽ വെച്ച് ഏറ്റവും വലിയ ബറിയൽ ഗ്രൗണ്ടാണ്. ധാരാളം ഏക്കർ കണക്കിന് ഭൂമിയുള്ള സ്ഥലമാണത്. അത് സിവരി TB ഹോസ്പിറ്റലിനടുത്ത ഹോസ്പിറ്റൽ, മലാക്കുന്ന്, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രദേശം പോലെ. അവിടെ ജോലി ചെയ്യുന്ന ഈ ആളുകൾ അവർ പള്ളിയിൽ ഈ ക്രിസ്ത്യൻ ബറിയൽ ഗ്രൗണ്ടിൽ ഡെഡ് ബോഡീസ് കുഴിച്ചിടണമെങ്കിൽ പൈസ വാങ്ങും. പൈസ ഇല്ലാത്ത ഇടപാട് ഇല്ല. പക്ഷേ അവിടെ ജോലി ചെയ്തിരുന്ന
ആളുകൾക്ക് ശമ്പളം ശരിക്കും കൊടുക്കില്ല. അവർ ധാരാളം 18 മണിക്കൂർ 20 മണിക്കൂർ മിനിമം വേജസ് കൊടുക്കില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അവിടുത്തെ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ അവരുടെ കേസ് വാദിച്ചു. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ വാദം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇത് ബറിയൽ ഗ്രൗണ്ടാണ്, ദിസ് ഈസ് നോട്ട് എൻ ഇൻഡസ്ട്രി, വ്യവസായമല്ല, അതുകൊണ്ട് ഇവിടെ യൂണിയൻ സ്ഥാപിക്കാൻ അർഹതയില്ല, അത് തെറ്റാണെന്നുള്ളതായിരുന്നു. അത് പല ജഡ്ജ്മെൻറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യ അധ്വാനം എവിടെയുണ്ടോ ആ അധ്വാനം ഉണ്ടെങ്കിൽ അത് ഇൻഡസ്ട്രിയിൽ പെടും. മാത്രമല്ല ഈ ഡെഡ് ബോഡി ഈ കുഴിച്ചിടാനും മറ്റും ആളുകളുടെ അധ്വാനമുണ്ട്. പിന്നെ അതിന് പൈസ മാനേജ്മെൻറ്റ് വസൂൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഈ മാനേജ്മെൻറ്റ് ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് കമ്പനികൾ നടത്തുന്നത് പോലെയാണ്. അങ്ങനെ ഇതൊരു വ്യവസായമാണ്. അപ്പോൾ അങ്ങനെ ആ വ്യവസായത്തിൻ്റെ ഡെഫിനേഷനിൽ ബറിയൽ ഗ്രൗണ്ട് വരും എന്നായിരുന്നു എൻ്റെ വാദം. അത് ഇൻഡസ്ട്രിയൽ കോർട്ട് അപ്ഹോൾഡ് ചെയ്തു, അംഗീകരിച്ചു. അങ്ങനെ അവിടുത്തെ തൊഴിലാളികളുടെ വേതനം, അവരുടെ വർക്കിംഗ് അവേഴ്സിലെല്ലാം വലിയ മാറ്റം ഉണ്ടായി. അതാണ് പ്രത്യേകിച്ച് ആദ്യമായിട്ട് പറയുന്നത്. മറ്റൊന്ന്, ബ്ലൈൻഡ് വർക്കേഴ്സ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അന്ധരായിട്ടുള്ള തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അവരുടെ ഒരു വലിയൊരു ജാഥ താജ്മഹലിൽ ഒരു യോഗം നടക്കുമ്പോൾ വേൾഡ് ബ്ലൈൻഡ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളുടെ ഒരു യോഗം താജ്മഹലിൽ നടന്നിരുന്നു. അപ്പോൾ അങ്ങോട്ട് ഞാൻ വർളിയിലത്തെ ബ്ലൈൻഡ് ഹോമിലത്തെ അന്ധരായിട്ടുള്ള ആളുകളുടെ ജാഥ നയിച്ച് പോയി. ആ ജാഥ പോലീസ് തടഞ്ഞു, ഞങ്ങളെ അങ്ങോട്ട് കയറ്റിയില്ല. അപ്പോൾ ബോംബെയിലത്തെ ഈ അന്ധരായിട്ടുള്ള തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ 2-3 കാര്യങ്ങൾ, ഈ സ്ത്രീകളുടെ മാരേജ് അബോളിഷൻ, അത് മാരേജ് ക്ലോസ് അബോളിഷ് ചെയ്യുക, അന്ധരായിട്ടുള്ള തൊഴിലാളികൾക്ക് അവരെ സംഘടിപ്പിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ബറിയൽ ഹൗസ് ഗ്രൗണ്ടിലത്തെ സിവിരി ബറിയൽ ക്രിസ്ത്യൻ ബറിയൽ ഗ്രൗണ്ടിലത്തെ തൊഴിലാളികൾ സംഘടിപ്പിക്കാൻ സാധിച്ചു. ഇതുപോലെ ജുഹുവിൽ ഇസ്കോൺ, ഇൻ്റർനാഷണൽ കൃഷ്ണ കോൺഷ്യസ്, അങ്ങനെ ഒരു സംഘടന ഇസ്കോൺ, അവിടുത്തെ തൊഴിലാളികളെ എനിക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. അവരുടെ പ്രശ്നങ്ങളായിട്ട് മാനേജ്മെൻറ്റായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നതും ഇത് തന്നെ. എങ്ങനെ ഈ ബറിയൽ ഗ്രൗണ്ടിൽ മാനേജ്മെൻറ്റ് പറഞ്ഞു, ഇത് ഈശ്വരനെ, ഭഗവാനെ, ദൈവത്തിനെ ആരാധിക്കുന്ന സംഘടനയാണ്. ഇവിടെ ജോലി ചെയ്യുന്നത് തന്നെ അവർക്ക് സ്വർഗത്തിൽ പോകാനുള്ള വഴി തെളിയിക്കും, അതുകൊണ്ട് യൂണിയൻ പാടില്ല എന്നൊക്കെയായിരുന്നു. പക്ഷേ ആ വാദങ്ങളൊക്കെ പുറന്തള്ളിക്കൊണ്ട് അവരുടെ കേസുകൾ നടത്തി അവരുടെ ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങളെല്ലാം വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ഇത് പ്രത്യേകം എടുത്തു പറയുന്നത് മറ്റ് വ്യവസായ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ നിന്ന് അത്രയോ വിഭിന്നമായിട്ട് ആർക്കും അന്ന് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ ഉള്ള പല കേസുകളും. പിന്നെ എനിക്ക് എടുത്തു പറയാൻ തോന്നുന്നു, ഒരു പ്രാവശ്യം ഞാൻ കേസ് വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കലീന മെറ്റൽ ഇൻഡസ്ട്രീസ് കേസ് വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ കോർട്ടിൽ മാനേജ്മെൻറ്റിൻ്റെ ഗുണ്ടകൾ എന്നെ ആക്രമിച്ചു. അത് വലിയ പ്രശ്നമായി. അന്ന് മഹാരാഷ്ട്രയിലത്തെ മുഴുവൻ ലേബർ കോർട്ട്, ഇൻഡസ്ട്രിയൽ കോർട്ടെല്ലാം ഇതിനെ പ്രതിഷേധിച്ചു. അങ്ങനെ നിയമപരമായിട്ട് മറ്റ്
അഡ്വക്കേറ്റ് എനിക്കൊക്കെ എതിരായിട്ടുള്ള അപ്പിയറൻസ് ഇന്ത്യയിലത്തെ ടോപ്പ് വലിയ അഡ്വക്കേറ്റ്സ്, അശോക് സെൻ യൂണിയൻ മിനിസ്റ്റർ ആയിരുന്നു, ലോ മിനിസ്റ്റർ ആയിരുന്നു. പിന്നെ PA സാങ്മ സ്പീക്കറായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് അശോക് സെന്നിനെതിരായിട്ട് ഞാൻ കേസ് ഞാൻ നടത്തിയിട്ടുണ്ട്. പല ടോപ്പ് മോസ്റ്റ് അഡ്വക്കേറ്റ്സിനും തൊഴിലാളികൾക്കെതിരായിട്ടൊക്കെ ഉള്ള കേസുകൾ വലിയ മാനേജ്മെൻറ്റ് ടോപ്പ് ലോയേഴ്സിനാണ്. അപ്പോൾ അവർ പക്ഷേ അങ്ങനെ ധാരാളം കേസുകൾ തൊഴിലാളികൾക്ക് വേണ്ടി ബാധിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൃഷ്ണേട്ടാ, എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ മായാത്ത ഒരു പുഞ്ചിരി, വെളുത്ത വസ്ത്രം, ശാന്തനായി നിൽക്കുന്ന ഈ ഒരു വ്യക്തി തൊഴിലാളികളുടെ കാര്യം വരുമ്പോൾ ഒരു ഉജ്ജ്വല പോരാളിയായി മാറുന്നു. ഇതെങ്ങനെ ഈ ട്രാൻസ്ഫോർമേഷൻ താങ്കൾക്ക് പറ്റുന്നു? യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ വസ്ത്രവും പ്രവർത്തനവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ വെള്ള വസ്ത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് പ്രത്യേക കാരണമൊന്നുമില്ല. എൻ്റെ വസ്ത്രം ഞാൻ തന്നെയാണ് കാലത്ത് കഴുകുന്ന പണി. ഞാൻ എൻ്റെ വീട്ടിൽ അടിച്ചു വാരും, പാത്രം കഴുകും, ഭക്ഷണം പാകം ചെയ്യും. അതോടുകൂടി എൻ്റെ കുളി, വസ്ത്രങ്ങൾ ഞാൻ സ്വയം കഴുകും. അങ്ങനെ അത് ഞാൻ പരിചയിച്ചു. വസ്ത്രവും അതിന് പ്രത്യേക കാരണങ്ങളൊന്നുമില്ല. ഞാൻ എല്ലാ ദിവസവും അത് കൃത്യമായിട്ട് ചെയ്യും. പിന്നെ അത് എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. അതേ അവസരത്തിൽ ഞാൻ ഒളിവിലിരുന്ന കാലത്ത് വേറെ വസ്ത്രമായിരുന്നത് കാക്കി പാൻറ്, ടീഷർട്ടും എൻ്റെ വസ്ത്രം. അന്ന് ഞാൻ മുടി വെട്ടിക്കളഞ്ഞു. പണ്ട് എനിക്ക് മീശയില്ലായിരുന്നു. പക്ഷെ ഒളിവിൽ പോയപ്പോൾ മീശ എടുത്തു കിടന്നു. അപ്പോൾ ആ കാലം ഞാൻ ഈ കളർ ഡ്രസ്സുകളിലായിരുന്നു നടന്നിരുന്നത്. അതിനുശേഷം ജയിൽവാസവും മറ്റെല്ലാതിനു ശേഷം പൂർണ്ണ ട്രേഡ് യൂണിയൻ പ്രവർത്തകനായിട്ട് മാറിയതിനു ശേഷം പിന്നെ ഒരിക്കലും ഞാൻ കളറ് ഉപയോഗിച്ചിട്ടില്ല. അതിന് പ്രത്യേക കാരണമൊന്നുമില്ല. ഞാനത് ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. കൃഷ്ണേട്ടാ, നമ്മുടെ ആദ്യകാല ട്രേഡ് യൂണിയൻ പ്രവർത്തനം ഒരു 65-70 വരെയൊക്കെയുള്ള ട്രേഡ് യൂണിയൻ പ്രവർത്തനവും അതിനുശേഷമുള്ള ട്രേഡ് യൂണിയൻ പ്രവർത്തനവും വളരെ വലിയ വ്യത്യാസം തോന്നുന്നുണ്ട്, തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. ഇത്രയും വർഷം ഈ മേഖലയിൽ പ്രവർത്തിച്ച താങ്കൾക്ക് ഇതെങ്ങനെ ഫീൽ ചെയ്യുന്നു, എങ്ങനെ ഇത് തോന്നുന്നു? ഇതിനൊക്കെ പുറമെ ഈ രംഗത്ത് താങ്കളെ കൈപിടിച്ച് നടത്തിയ കുറേ മഹത് വ്യക്തികളുണ്ടാകും തീർച്ചയായിട്ടും. ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഞങ്ങളുടെ റെയിൽവേയുടെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനിസ്റ്റ് ആയിരുന്ന ശ്രീ പ്രിയാർ മേനൻ സാറിനെയാണ്. സാറിൻ്റെയൊക്കെ ഒരു കോളിൽ ഇവിടുന്ന് ഭുസാവൽ, ഝാൻസി വരെയൊക്കെ ട്രെയിൻ നിൽക്കുന്ന ഒരു സാഹചര്യം ഒരു കാലത്തുണ്ടായിരുന്നു. അത്രയ്ക്കുള്ള സ്വാധീനമുള്ള ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ പ്രത്യേകിച്ച് മലയാളികൾ മുംബൈയിലുണ്ടായിരുന്നു. ഇന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു. അതൊരു സത്യമാണ്. മലയാളികൾ അതുപോലെ പ്രതിബദ്ധതയുള്ള ട്രേഡ് യൂണിയൻ ലീഡർമാർ വളരെ കുറഞ്ഞിരിക്കുന്നു. ഇത് ചേട്ടൻ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഈ ചോദ്യം ഞങ്ങൾ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. തൊഴിലാളി വർഗ പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, പുരോഗമന പ്രസ്ഥാനം, ഈ പ്രസ്ഥാനമെല്ലാം യഥാർത്ഥത്തിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിന് ഉത്തരം എന്താണെന്ന് പല
പലപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷേ അപ്പോഴെനിക്ക് മനസ്സിലാകുന്നത് കാലം മാറിയതോടുകൂടി പല മാറ്റങ്ങളും വന്നു. മനുഷ്യൻ്റെ ചിന്താഗതിക്ക് മാറ്റം വന്നു. പണ്ടെല്ലാം യുവാക്കൾ, യുവതികൾ, വിദ്യാർത്ഥി അപ്പോഴേ അവർ ഇടതുപക്ഷ പ്രസ്ഥാനം, പുരോഗമന സാഹിത്യ പ്രസ്ഥാനമൊക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധങ്ങൾ അതുപോലെ നിലനിർത്താൻ സാധിച്ചിട്ടില്ല. അതിൽ ഇന്ന് യഥാർത്ഥത്തിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം, പുരോഗമന പ്രസ്ഥാനം വലിയൊരു ക്രൈസിസിൽ ഏർപ്പെട്ടതുപോലെയാണ് തോന്നുന്നത്. അതിന് പ്രധാന കാരണം പ്രസ്ഥാനത്തിൻ്റെ പ്രിൻസിപ്പിളിൽ പ്രവർത്തകർ, നേതാക്കന്മാർ, ലീഡർഷിപ്പ് അത് ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. പക്ഷേ അതിന് കേവലം ലീഡർഷിപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും സാധിക്കില്ല. ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചു. ഉദാഹരണത്തിന് പണ്ട് പട്ടിണി, ദാരിദ്ര്യം ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചതും ഇന്ന് പ്രവർത്തിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൽ മാറ്റം വരേണ്ടത് ആവശ്യമാണ്. അതേ അവസരത്തിൽ മൂല്യച്യുതി എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ PR മേനോൻ്റെ കാര്യം ശ്രീകുമാർ എടുത്തു പറഞ്ഞു. PR മേനോൻ, രാധാകൃഷ്ണൻ, ജോഷി എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലത്ത് റെയിൽവേ എംപ്ലോയീസിൻ്റെ അവർ ടോപ്പ് റാങ്കിങ് ലീഡേഴ്സായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ബോംബെയിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഗിർനി കാംഗാർ യൂണിയൻ, SA ഡാംഗെ, SM ജോഷി, SS മിർജ്കർ, അങ്ങനെയുള്ള ആളുകൾ നേതൃത്വം കൊടുത്തിരുന്ന ഗിർനി കാംഗാർ യൂണിയൻ, ജോർജ് ഫെർണാണ്ടസ്, പീറ്റർ അൽവാരിസ്, അങ്ങനെയുള്ള നേതാക്കന്മാരുടെ യൂണിയൻസ് ബോംബെയിലുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ ജോർജ് ഫെർണാണ്ടസ് എല്ലാം ടോപ്പ് റാങ്കിങ് ലീഡേഴ്സായിട്ട് പിന്നീട് മാറി, MP ആയി, മിനിസ്റ്ററായി, എല്ലാമായി. പക്ഷേ ആ കാലഘട്ടത്തിലത്തെ സ്ഥിതി അല്ല ഇന്ന് തൊഴിലാളികൾക്കും ധാരാളം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ പഴയ ചരിത്രം മറക്കേണ്ട ആവശ്യമില്ല. അത് മൂല്യച്യുതിയിലേക്ക് എത്തേണ്ട ആവശ്യവുമില്ല. അവിടെയാണ് ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റിയുടെ പ്രശ്നം വരുന്നത്. പൊതുവെ ഉള്ള മൂല്യച്യുതി ലീഡർഷിപ്പിലും സ്വാഭാവികമായിട്ടും റിഫ്ലക്റ്റ് ചെയ്യും. അതിന്ന് വ്യാപകമായിട്ട് അറിയാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നത്. അതിന് മാറ്റം വരുത്തേണ്ട പ്രയത്നം ലീഡർഷിപ്പ് വളരെ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. അത് പരിഹരിച്ചേ പറ്റൂ. നമ്മൾ കേരളത്തിലോട്ട് നോക്കുമ്പോൾ ഒരു സമയത്ത് NE ബലറാം, പിന്നെ C ഉണ്ണിരാജ, വെളിയം ഭാർഗവൻ, CK ചന്ദ്രപ്പൻ എന്നിങ്ങനെയൊക്കെ ടവറിങ് പേഴ്സണാലിറ്റീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെയൊക്കെ ഒരു വേർപാട് പെട്ടെന്നൊരു വലിയ ശൂന്യതയിലെത്തിക്കുകയും അതോടൊപ്പം തന്നെ ഈ അടുത്ത തലമുറയ്ക്ക്
പ്രോപ്പറായിട്ടൊരു ഗൈഡ് ഇല്ലാത്ത ഒരു സാഹചര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. മേ ബി എൻ്റെ തെറ്റായിരിക്കാം, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇവരൊക്കെ എഴുതുന്ന ബുക്കുകളൊക്കെ നമ്മൾ പണ്ട് ചെറുപ്പകാലങ്ങളിൽ ലേഖനങ്ങളൊക്കെ വായിച്ചിരുന്നു. ഇന്നങ്ങനെ എഴുതുന്ന എത്ര പേരുണ്ട്? അത് ഒരു പാർട്ടിക്കല്ല, എല്ലാ പാർട്ടിക്കുള്ള. ഇപ്പോൾ കോൺഗ്രസിനകത്താണെങ്കിലും തോപ്പിൽ രവിയെ പോലെ നല്ലപോലെ എഴുതുന്ന ആൾക്കാരുണ്ടായിരുന്നു. BJPക്കകത്ത് മൂന്നരനെ പോലെ എഴുതുന്നവരുണ്ട്. പക്ഷെ ഇപ്പോൾ അവരാരും ഇല്ല, ആർക്കും ഇല്ല. അത് ഈ മൂല്യച്യുതിയുടെ ഭാഗം തന്നെ ആകാം, പക്ഷെ എന്നാലും അതൊരു വലിയ ഗ്യാപ്പ് തന്നെയാണ്. ആ ഗ്യാപ്പ് ഇപ്പോൾ ഉദാഹരണത്തിന് EMS, AKG, SA ഡാങ്കെ, SM ജോഷി, MN ഗോവിന്ദൻ നായർ, C അച്യുതമേനോൻ, വെളിയം ഭാർഗവൻ, അങ്ങനെ PK വാസുദേവൻ നായർ, ആ TV തോമസ്, ഗൗരിയമ്മ, സുശീല ഗോപാലൻ, അങ്ങനെയുള്ള NE ബൽറാം, C ഉണ്ണിരാജ, ആ കാലഘട്ടം അല്ലല്ലോ ഇന്ന്. അവരൊക്കെ ഇപ്പോൾ മൺമറഞ്ഞു പോയി. പക്ഷേ അവരെല്ലാം നൽകിയിട്ടുള്ള സംഭാവന, അവരുടെ സംഭാവനയുടെ ഭാഗമായിട്ടല്ലേ ഈ രാജ്യം ഈ പുരോഗതിയിലേക്ക് വന്നിട്ടുള്ളത്. അതിപ്പോൾ BJPനെ എടുക്കൂ, വാജ്പേയി ആയാലും LK അഡ്വാനി ആയാലും അവരുടെ സംഭാവനകൾ രാഷ്ട്രത്തിൻ്റെ പുരോഗതിയിലുള്ള അവരുടെ സംഭാവനകൾ ആർക്കും വിസ്മരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പുരോഗമന പ്രസ്ഥാനത്തിലും സാഹിത്യ പ്രസ്ഥാനം, സാംസ്കാരിക പ്രസ്ഥാനം, ഇതൊക്കെ അന്ന് 70 കൊല്ലോ 50 കൊല്ലോ മുമ്പ് ഉണ്ടായിരുന്നത് പോലെയല്ല. പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ മാറ്റങ്ങൾ ഈ മൂല്യച്യുതിയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് ഇന്നത്തെ ലീഡർഷിപ്പ് തിരിച്ചറിയണം. ആ ഒരു പ്രശ്നം പാർട്ടിയെയും ബഹുജന പ്രസ്ഥാനത്തെയും ബാധിക്കുന്ന, വളരെ സീരിയസ് ആയിട്ട് ബാധിക്കുന്ന ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നടന്ന കേരളത്തിലത്തെ ഇലക്ഷൻ. ഈ കേരളത്തിലത്തെ ഇലക്ഷനിൽ CPMന് ബാധിച്ച കോട്ടം ഒരു പക്ഷേ ശ്രീകുമാർ ഉന്നയിച്ച പ്രശ്നത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് തിരുത്താനുള്ള പരിശ്രമം പാർട്ടിക്കുള്ളിൽ നടത്തുന്നുണ്ട്. ഇത് കേവലം ഞങ്ങളുടെ പാർട്ടിയുടെ മാത്രം പ്രശ്നമല്ല, ഇതൊരു പൊതുവെ ഉള്ള പ്രശ്നമാണ്. ഇന്നത്തെ യുവതികൾ, യുവാക്കന്മാർ, യുവജന പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഈ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവർ അതിന് വേണ്ട തിരുത്തൽ നടത്തണം. കൃഷ്ണ, നമ്മൾ സ്ത്രീകൾക്ക് തുല്യ അവകാശം തൊഴിൽ മേഖലയിൽ, ഇതൊരു താങ്കളുടെ ഒരു വളരെ പ്രിയപ്പെട്ട വിഷയമായിരുന്നു. ഇത്ര വർഷം കഴിയുമ്പോഴും ഇപ്പോഴും ഇതിൻ്റെ ഒരു വേർതിരിവ് നിലനിൽക്കുന്നില്ല, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ. ഇപ്പോൾ നമ്മളിവിടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ദഹാനു ഭാഗത്തോ അല്ലെങ്കിൽ കുറേ കൂടെ അങ്ങോട്ട് നീങ്ങി ഉള്ള റൂറൽ ഏരിയയിലൊക്കെ പോയാൽ പുരുഷന്മാർക്ക് കിട്ടുന്ന അതേ കൂലി സ്ത്രീ തൊഴിലാളികൾക്ക് ഇന്നും കിട്ടുന്നില്ല. അതൊരു സത്യമാണ്. പല കമ്പനികളിലും കാഷ്വൽ ലേബറായിട്ട് വരുന്നവർക്ക് പുരുഷന്മാർക്ക് 500 രൂപ ഉണ്ടെങ്കിൽ അവർക്കൊരു 400 രൂപ 300 രൂപ. അതൊരു ടെൻഡൻസിയാണ്, അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് ഈ രംഗത്ത് പ്രൊഡക്ടിവിറ്റിയെ കുറച്ച് പുറകോട്ട് മാറ്റുന്നില്ലേ? ജനങ്ങൾക്ക് ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിലും പൈസ കിട്ടുന്നില്ല എന്നൊരു സാഹചര്യം, ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിയർ ജെൻഡർ ദിസ് വൺ, അത് കിട്ടുന്നില്ല എന്നൊരു സാഹചര്യം വരുന്നില്ലേ? സ്ത്രീകൾക്ക് തുല്യ വേതനം അത് കേവലം സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ബൂർഷ്വ ജന്മി നാടുവാഴിത്തത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സ്ത്രീകളെ വേർതിരിപ്പിച്ച് കാണുന്ന കാഴ്ചപ്പാട് തന്നെ ഉണ്ടാകുന്നത്. സ്ത്രീകൾ ജോലി രംഗത്ത്, വ്യവസായ രംഗത്ത്, സംരംഭ രംഗത്ത് വരാൻ പാടില്ല.
അവർ വീടുകളിൽ മാത്രം ഒതുങ്ങിക്കൂടിയാൽ മതി, അവർ പാചക വൃത്തിയിൽ മാത്രം ഏർപ്പെട്ടാൽ മതി. അങ്ങനെ ഒരു ഇടുങ്ങിയ ചിന്താഗതി ഉണ്ടായിരുന്നു. ആ ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് സ്ത്രീകൾക്ക് കുറഞ്ഞ കൂലി, പുരുഷന്മാർക്ക് ഉയർന്ന കൂലി എന്നുള്ള ചിന്താഗതി വരുന്നത്. ഈ ചിന്താഗതിക്ക് എതിരായിട്ട് കേരളത്തിലും ഇന്ത്യയിലും പുരോഗമന പ്രസ്ഥാനം വളരെ ശക്തമായിട്ടുള്ള നിലയിൽ പ്രവർത്തിച്ചു. ഇന്ന് അങ്ങനെ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് വ്യവസായ രംഗത്ത്, ഓർഗനൈസ്ഡ് രംഗത്ത് ഈ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെയായിട്ടുണ്ട്. അതിപ്പോൾ ഗവൺമെൻറ് സർവീസിലായാലും ശരി, മറ്റ് ഇൻഡസ്ട്രിയൽ രംഗത്തായാലും സ്ത്രീ പുരുഷൻ എന്ന ആ ചിന്താഗതിയിൽ വേജസിന്, ശമ്പളത്തിനും മറ്റ് ആനുകൂല്യങ്ങൾക്കും അത് ബാധിക്കാൻ പാടില്ല. സ്ത്രീകൾ ചെയ്യുന്നത് പോലെ തന്നെ ആണ് പുരുഷന്മാരും ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള ധാരാളം ശക്തമായിട്ടുള്ള സമരങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സമരങ്ങൾ നയിക്കാനും കൂടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഇന്നിപ്പോൾ സ്ത്രീകൾ എല്ലാ രംഗത്തും വളരെ ഉയർന്നൊന്നല്ലേ. ഇന്ത്യയിലത്തെ പ്രസിഡൻറ്റ് ഇപ്പോഴും സ്ത്രീയല്ലേ. ഇതിനു മുമ്പും പ്രതിഭ പാട്ടീൽ ഇന്ത്യൻ അവർ മഹാരാഷ്ട്രയിൽ മിനിസ്റ്ററായിരുന്നു, സോഷ്യൽ വെൽഫെയർ മിനിസ്റ്റർ. അന്ന് ഞാൻ ഈ അന്ധരായിട്ടുള്ള തൊഴിലാളികളുടെ പ്രശ്നമായിട്ട് പലപ്പോഴും അവരായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ആ അവസരത്തിലെല്ലാം ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കാറുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് മുതൽ ഇന്ത്യയിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡൻറ്റുമാർ, സ്ത്രീകൾ, ഭരണരംഗത്തിലെല്ലാം തന്നെ സുജീത കൃപലാനി, എത്രയോ, ഇപ്പോൾ മമതാ ബാനർജി, എത്രയോ സ്ത്രീകൾ ഭരണരംഗത്ത് ഉയർന്നു വന്നു. അത് ഉയർന്നു വരുന്നത് ഈ ഇൻഇക്വാലിറ്റിക്ക് എതിരായിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലത്തെ സ്ത്രീകൾക്ക് ആ പുരോഗതി കൈവരിക്കാൻ സാധിച്ചത്. പക്ഷേ എന്നിട്ടും പല പാർട്ടികളിലെ ഉയർന്ന ആളുകൾ ഈ ഡിസ്ക്രിമിനേഷൻ ഇന്നും നിലനിർത്തണം എന്നുള്ള ചിന്താഗതിക്കാരും ഉണ്ട്. അതിനെതിരായിട്ടുള്ള സമരം കൂടി ഇന്ത്യയിലത്തെ പുരോഗമന പ്രസ്ഥാനം നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് വേജസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രശ്നമല്ല, മനുഷ്യൻ്റെ ചിന്താഗതിയുടെ ഒരു ഭാഗമാണ്. അത് തീർച്ചയായിട്ടും ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ, ഒരു പരിഷ്കൃത യുഗത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത ഒരു വ്യവസ്ഥയാണ്. അതിനെതിരായിട്ടുള്ള സമരങ്ങളും ഞാൻ നടത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. അത് ഇന്നും തുടർന്നു പോകുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യൻ ഭരണഘടന ഇക്വാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ? നിയമങ്ങളിൽ അത്തരം ഡിസ്ക്രിമിനേഷൻ ഇല്ല, മനുഷ്യൻ്റെ പ്രവൃത്തിയിലാണുള്ളത്. ആ പ്രവൃത്തി ചിന്തയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. അതിനെതിരായിട്ട് ഉള്ള അതിനെതിരായിട്ടുള്ള മനുഷ്യനെ ചിന്തിപ്പിക്കാൻ, ഉണർത്താൻ പറ്റുന്ന പ്രസ്ഥാനം വളരെ ആക്റ്റീവാണ്. തീർച്ചയായിട്ടും ആ ഇൻഇക്വാലിറ്റി അവസാനിക്കണം. അതൊരിക്കലും നിലനിൽക്കാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ്. കൃഷ്ണേട്ടാ, ഇനിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എത്രയോ വർഷം ഈ പല മേഖലകളിൽ പ്രവർത്തിച്ച താങ്കൾക്ക് മുമ്പേ മലയാളികൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സന്ദേശം കൊടുക്കാൻ? യഥാർത്ഥത്തിൽ മലയാളികൾ ബോംബെയിലായാലും ദില്ലിയിലായാലും ചെന്നൈയിലായാലും
കൽക്കത്തയിലായാലും മലയാളികൾക്ക് മലയാളികളുടേതായിട്ടുള്ള മാത്രം പ്രശ്നങ്ങളുണ്ടോ? മലയാളികൾ ഇവിടുത്തെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമല്ലേ. മഹാരാഷ്ട്രീയൻസും മറ്റ് ഭാഷക്കാരും നമ്മൾ ഒത്തൊരുമിച്ചിട്ടല്ലേ നമ്മൾ. പിന്നെ മലയാളികൾക്ക് അവരുടെ സംസ്കാരം, അവരുടെ ഭാഷ, അവരുടെ പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടു പോകാൻ ധാരാളം സമാജങ്ങളും ഓർഗനൈസേഷനും ഉണ്ട്. പിന്നെ മലയാളികൾ എവിടെയായാലും അവർ വ്യത്യസ്ത പാർട്ടികളിൽ പെടുന്നവരുണ്ട്. അത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അവർ അവർക്കിഷ്ടമുള്ള പാർട്ടിയിൽ പോകും. പക്ഷേ മലയാളികൾ മൊത്തത്തിൽ എവിടെ താമസിക്കുന്നോ ആ പ്രദേശത്തിൻ്റെ, ആ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് കൂടി വേണ്ടി അവർ പ്രവർത്തിക്കുന്നുണ്ട്. അതിപ്പോൾ ഗൾഫിലായാലും അമേരിക്കയിലായാലും മലയാളികൾ പ്രവർത്തിക്കുന്ന മറ്റ് ആളുകളോടൊപ്പമല്ലേ. അതാത് രാജ്യങ്ങളുടെ പുരോഗതിയിൽ അവരുടെ കൺട്രിബ്യൂഷൻ ഉണ്ട്. മഹാരാഷ്ട്രയിൽ, മുംബൈയിൽ, ബോംബെയുടെയും മഹാരാഷ്ട്രയുടെയും പുരോഗതിയിൽ മലയാളികളുടെ സംഭാവന വളരെ കൂടുതലാണ്. അതിൻ്റെ അങ്ങനെ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടല്ലേ ബോംബെയിൽ മലയാളികൾ ഒരു കാലത്ത് 9 കോർപ്പറേഷൻ മെമ്പേഴ്സ് നമുക്കുണ്ടായിരുന്നു. ബോംബെയിൽ മേയർ എം മാധവൻ ഉണ്ടായിരുന്നു, 3 MLA-മാരുണ്ടായിരുന്നു, CD ഉമ്മച്ചൻ, കമലാരാമൻ, അനി ശേഖർ. ഇവർ MLA-മാരായിരുന്നു. അവർ മറ്റ് ഭാഷക്കാരെ പോലെ ഈ ബോംബെയിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിലല്ലേ അവർ MLA-മാരും മേയർമാരും കോർപ്പറേഷനും ഒക്കെ ആയിട്ട്. പൊതുവെ മലയാളികൾ എവിടെ താമസിക്കുന്നോ അവിടുത്തെ ജനവിഭാഗങ്ങളായിട്ട് ഇണങ്ങി പോകുന്നവരാണ്. ആ സംസ്കാരം, ആ രീതി നിലനിർത്തണം. നമ്മൾ വിഭാഗികമായിട്ട് എവിടെയായാലും ചിന്തിക്കാനും പാടില്ല, പ്രവർത്തിക്കാനും പാടില്ല. നമ്മൾ എവിടെ താമസിക്കുന്നോ, എവിടെ ജോലി ചെയ്യുന്നോ ആ നാട്ടുകാരും ആ നാടുമായിട്ട് ഇണങ്ങിച്ചേരുക നമ്മൾക്ക് സാധിക്കണം. താങ്കളുടെ വളരെ വിലപ്പെട്ട സമയം കേരള ഇൻ മുംബൈക്ക് വേണ്ടി ചെലവഴിക്കാനും ഞങ്ങൾക്കെല്ലാം കുറേയേറെ കേരള ഇൻ മുംബൈ എന്ന് പറയും. അത് കേരള ഇൻ മുംബൈ എന്ന് പറഞ്ഞാൽ വിജയകുമാറാണ് കേരള ഇൻ മുംബൈ. ഈസ് ദ ഫൗണ്ടിങ് എഡിറ്റർ ഓഫ് ദാറ്റ് മാഗസിൻ. ആ മാഗസിൻ്റെ കൺട്രിബ്യൂഷൻ വളരെ വലുതല്ലേ. ബോംബെയിൽ അതുപോലെ ഒരു ഇംഗ്ലീഷ് മാസിക പ്രസിദ്ധീകരിക്കാൻ മറ്റാർക്കാണ് സാധിച്ചിട്ടുള്ളത്? വിജയകുമാറിൻ്റെ കൺട്രിബ്യൂഷൻ ഈസ് നോട്ട് ഓൺലി കൺഫൈൻഡ് ടു കേരള ഇൻ മുംബൈ. അദ്ദേഹം ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ, പ്രത്യേകിച്ച് ഡാൻസ്, അതുപോലെ പാട്ടുകൾ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ രംഗങ്ങളിലും ജ്വലിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരള ഇൻ മുംബൈ. ആൻഡ് ഇറ്റ് ഹാഡ് എ ഗ്ലോറിയസ് പാസ്റ്റ്. ആ പീരീഡ് ബോംബെ മലയാളികൾക്ക് വളരെ അഭിമാനം ഉണ്ടാക്കിയ ഒരു സ്ഥാപനവും മാസികയാണ്. അങ്ങനെ മറ്റാർക്കും സാധിച്ചിട്ടില്ല. ആൻഡ് എനിക്ക് അതിൽ തുടക്കം മുതൽ എഴുതാനും അവസരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ കേരള ഇൻ മുംബൈയോട്, പ്രത്യേകിച്ച് അതിൻ്റെ എഡിറ്ററായിരുന്ന വിജയകുമാറോടും എല്ലാം വളരെ കടപ്പെട്ട് ഇരിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് വളരെ നന്ദി. പക്ഷേ ഇങ്ങനെ പറയുമ്പോഴും ഞങ്ങൾക്ക് ഇനിയും കുറേ വർഷങ്ങൾ കൂടി താങ്കളെ ഇനി ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടാകട്ടെ കേരള ഇൻ മുംബൈക്ക് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താങ്ക് യു വെരി മച്ച്.